Hi friends, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഈ കാണുന്നതൊക്കെ ആട്ടോ നമ്മുടെ ഓൾ കേരള ബൈസിക്കിൾ റൈഡിന്റെ സ്പോൺസേഴ്സ്. ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക്. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. നമ്മുടെ അനുഭവങ്ങൾ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ നമ്മൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുന്നേ പത്മനാഭസ്വാമി ടെമ്പിളിലൊന്ന് രാവിലത്തെ കാഴ്ചകൾ കാണിച്ചു തരാമെന്ന് ഇറങ്ങി നട്ടാം. നമ്മൾ സൈക്കിളൊന്നും എടുത്തിട്ടില്ല, ഇറങ്ങി നടക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ സൈഡിൽ കച്ചവടക്കാരുണ്ട്, തുണിയും കാര്യങ്ങളൊക്കെ. നമ്മളങ്ങനെ ചായ കുടിക്കാൻ കയറിയിട്ടാ. ഇവിടെ കടികളൊക്കെ എല്ലാം നല്ല വലിപ്പുള്ള കടികളാട്ടാ. ചായയൊക്കെ കുടിച്ച് ഇറങ്ങി. ഇതാണ് പത്മനാഭസ്വാമി ഈ ക്ഷേത്രത്തിൻ്റെ കവാടം, മെയിൻ എൻട്രൻസ്. ഇതിൻ്റെ പുറത്തും കച്ചവടക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രാവിലെ ഏകദേശം 9-9:30 ആകുമ്പോഴാണ് നമ്മൾ ഇവിടെ എത്തിയേക്കാം. ഇവിടെ രാവിലെ 10 മണി വരെയാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ സന്ദർശനം ഇതൊക്കെയാണ് പറഞ്ഞത് നമ്മോട്. കറക്റ്റ് നമുക്കറിയില്ല. നമ്മൾ ഇതിനകത്ത് നമുക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് നമ്മളകത്ത് കയറിയിട്ടില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതേ ഉള്ളൂ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരെ കാണുന്നതാട്ടാ പത്മനാഭസ്വാമി ക്ഷേത്രം. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന മുകളിൽ താമസിക്കേണ്ട റൂംസും കാര്യങ്ങളും ഒക്കെയാണ്. ഇതിൻ്റെ താഴെ തന്നെ കച്ചവടക്കാരൊക്കെ ഉണ്ട്. ഇവിടെ എത്തുമ്പോൾ ഏകദേശം കുറച്ച് തിരക്കൊക്കെ ആയിട്ടുണ്ട്. ആൾക്കാരൊക്കെ ക്ഷേത്രം ദർശിക്കാനും ക്ഷേത്രത്തിനകത്ത് ദർശനത്തിനൊക്കെ വേണ്ടി ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇവിടെ എത്തി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നല്ല നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ അമ്പലത്തിലേക്ക് ക്ഷേത്രത്തിലേക്ക് പോകുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ വലിയ കുളം ഉണ്ട് കേട്ടോ. നല്ല വലിപ്പുള്ള കുളമാണ്. പക്ഷേ ഇതിലേക്ക് ആൾക്കാരെ ഇറങ്ങാനൊന്നും സമ്മതിക്കില്ല. ഇതിൽ ഒരുപാട് മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ കാണുന്ന ബിൽഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട്, അത് ക്ലോക്ക് ടവർ പോലത്തെ സംഭവമുണ്ട്. അത് മേത്തൻ മണി എന്നറിയപ്പെടുന്നത്. അത് കാണിച്ചു തരാം. അത് ഭയങ്കര ഫേമസ് ആണ്, പണ്ട് കാലം തൊട്ടില്ല. ഇതാണ് മേത്തൻ മണി. ഇവിടുന്ന് ഓരോരോ മണിക്കൂറാകുമ്പോഴും നമ്മുടെ അലാറം അടിയുന്നത് പോലെ നല്ല മണിമുഴക്കം ഉണ്ടാവും. അപ്പോൾ ഈ കാണുന്ന കുറേ പേര് എന്താ പറയുക, തുണിയും വേസ്റ്റൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ടോ. പുരുഷന്മാരും സ്ത്രീകളും ഇത് ദർശനം ചെയ്യാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് കടക്കാൻ വേണ്ടി നിൽക്കുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ പോയ സമയത്ത് വലിയ തിരക്കൊന്നുമില്ല. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കുറേ ചെറിയ ചന്തകളും ഉണ്ട് അമ്പലത്തിൻ്റെ. അങ്ങനെ ആചാരപരമായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അമ്പലത്തിൽ കയറുമ്പോൾ ഈ കാണുന്നതൊക്കെ കണ്ടത്, ഇതൊക്കെ ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ കയറുന്നതിന് മുന്നേ നമ്മൾ സാധാ ജീൻസോ വാച്ച് അങ്ങനെ ക്യാമറ അങ്ങനെയൊന്നും അകത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മളതൊക്കെ സേഫാക്കി വെക്കേണ്ട സേഫ് റൂം കേട്ടോ. അപ്പോൾ അതിനകത്ത് കയറിയിട്ട് നമ്മൾ സാധാ മുണ്ടും ഇപ്പോൾ മുകളിൽ ഷർട്ട് ഇടുന്നത് ഷർട്ട് ഇടുക, ഇല്ലെങ്കിൽ ഷർട്ട് ഇടാതെ അങ്ങനെ വേണം കയറാൻ വേണ്ടി. ആണ് പുരുഷന്മാരുടെ കാര്യം കണ്ട നടന്നു വരുന്നുണ്ട്. അതുപോലെ ആയിരിക്കണം കയറേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ കയറി. ഇതിൻ്റെ ചരിത്രങ്ങളൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ഓക്കെ, ഇവിടെ മഹാവിഷ്ണുവാണ് പ്രതിഷ്ഠ. ഏകദേശം 18 അടി നീളമുണ്ട് ഈ മഹാവിഷ്ണുവിൻ്റെ പ്രതിമയ്ക്ക്. ഇത് മനുഷ്യന്മാരായിട്ട് നീക്കാൻ പറ്റില്ല സംഭവം. അങ്ങനെ ഒരുപാട് ഹിസ്റ്ററികളുള്ളൊരു അമ്പലമാട്ടോ. പിന്നെ അതുപോലെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഒരു അമ്പലമാട്ടോ നമ്മുടെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം. ഓക്കെ, ഭയങ്കര സംഭവമല്ലേ അല്ലേ? നമുക്കൊക്കെ ഒരു അഭിമാനം. നമ്മൾ മലയാളികൾ എന്നുള്ള നിലയ്ക്ക്, ഇന്ത്യൻസ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഭയങ്കര അഭിമാനമാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് ചെറിയൊരു കല്ലിൽ വലിയ പ്രതിമകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയും പുറത്ത് ആ കുളത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് ചന്തകളൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയ പൈസക്ക് സാധനങ്ങൾ കിട്ടുന്നുണ്ടാവും. ഇവിടുന്ന് ആപ്പിൾ വാച്ചൊക്കെ 150 രൂപയ്ക്ക് ഉണ്ട്. പക്ഷേ ലുക്ക് മാത്രമേ ഉണ്ടാവും, കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഷോപ്പ് മാത്രമേ ഉണ്ടാവും. ഇവിടെയും കുറേ വാച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ച് നാട്ടിലേക്ക് ഇറങ്ങിയിട്ടാണ് വൈകുന്നേരം ആകുമ്പോൾ. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ അനുഭവത്തിലേക്ക് ഓൾ കേരള ബൈസിക്കിൾ റൈഡിന്റെ ലാസ്റ്റത്തെ ട്രിപ്പാണ്. അതായത് നമ്മുടെ ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നാട്ടിലേക്ക് പോട്ടാ, കണ്ണൂരും ആശിക്കിന്റെ കാസർഗോഡേക്കും പോട്ടാ. അപ്പോൾ വെച്ചാല് നമ്മളെ ട്രിപ്പ് എൻഡിങ് നമ്മൾ ബസ്സിലാണ് ഉള്ളത്. ഇപ്പം ബസ് ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്തു. സ്ലീപ്പർ ബസ്സാണ്. നമ്മുടെ സൈക്കിൾ ഇവിടെ ഉണ്ട്. സൈക്കിൾ അത് ആശിക്കിന്റെ സൈക്കിളാട്ടാ. എന്റെ സൈക്കിള് ഇത് ആഷിക്കിന്റെ സൈക്കിളാണ്. പിന്നെ എന്റെ സൈക്കിള് നമ്മുടെ താഴെ ഡിക്കിയിൽ പാർട്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഫ്രണ്ടത്തെ ടയറിൽ ഊരിയിട്ട് താഴെ വെച്ചിട്ടുണ്ട്, എല്ലാം സീറ്റെല്ലാം ഊരിയിട്ട്. എന്തോ നമ്മള് സാധാരണ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഒരു വിഷമമില്ല. അതേപോലെ ഒരു ഭയങ്കര ഫീലാട്ടാ.
പറയണ്ടത്. ഇനി എന്തായാലും നമ്മള് ട്രിപ്പ് കഴിഞ്ഞിട്ട് അടുത്തത് എന്തായാലും നമ്മള് ഓൾ ഇന്ത്യ ഓടിക്കുന്നുണ്ട്. പക്ഷെ സൈക്കിൾ രണ്ടും നമ്മൾ മാറ്റും, വേറെ സൈക്കിൾ എടുത്തിട്ടാ. ഈ ട്രിപ്പോടുകൂടി നമുക്ക് കുറച്ചുകൂടി ഒരു എന്താ പറയുക ലോങ് സൈക്കിൾ എടുത്ത് പോകേണ്ട ഒരു ഇത് കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ പരിപാടികൾ ഇവിടുന്ന് ഏകദേശം ഒരു എത്ര ടൈമിലിടാ 12 മണിക്കൂറുണ്ട് നാട്ടിലേക്ക്. അപ്പൊ രാവിലെ ഇപ്പൊ ഒരു 8 മണിയായിട്ടുണ്ട്. രാവിലെ ഒരു 7:30 7:30 ആ ടൈം ആകുമ്പോഴേക്ക് നാട്ടിലെത്തും. നാട്ടിലെത്തിയിട്ട് ബാക്കി നമ്മൾ സൈക്കിൾ ഇവിടെ വെച്ചാൽ കാണിച്ചത്. ഇപ്പൊ നമ്മൾ വെക്കുമ്പോൾ ഇരുട്ടായിരുന്നു, അത് നമ്മൾ കാണിക്കാതിരുന്നു കേട്ടോ. രാവിലെ ഇനി നാട്ടിലെത്തിയിട്ട് കാണിച്ചാൽ ഫിറ്റ് ചെയ്യുന്നതും സംഭവങ്ങളൊക്കെ. നമ്മളിത് പൊക്കോണ്ടിരിക്കുന്നുണ്ടേ. വേണ്ടുണ്ട് നമ്മുടെ സൈക്കിൾ. ഇതാ സൈക്കിൾ ഇവിടെ ഉണ്ട്. ആഷിക്കിതാ. ആഷിക്കേ എന്തുണ്ട്? എന്റെ സൈക്കിൾ ഇതിന്റെ നേരെ അടിയിലുണ്ട്. ഈ ഫ്ലോർ ഉണ്ട്, ഇതിന്റെ നേരെ താഴെ ഉണ്ട് കേട്ടോ. താഴെ വെച്ചില്ല. നമ്മളുണ്ട് റൈഡിന്റെ. ഇനി എന്ത് പ്ലാൻ എന്ന് പറ. നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയുന്നത്? ഇത് കഴിഞ്ഞിട്ട് എന്തായാലും ഒരു ഓൾ ഇന്ത്യ കവർ ചെയ്യണമെന്നുണ്ട്. പക്ഷെ ചില ആൾക്കാർ ഇത്ര ഒരു 15-16 ദിവസം എടുത്തത് ആൾക്കാർ അല്ല മറ്റേ ഇത് പറ. നമ്മളോട് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറെ ആൾക്കാർ പറഞ്ഞായിരുന്നു. കുറെ ആൾക്കാർ വന്ന് എനിക്കെല്ലാം തിരുവനന്താട വന്ന് പണിക്ക് കോഴിക്കോട് അത് ഇത് ചക്ക മാങ്ങി അങ്ങനെ ഒരേ പറഞ്ഞു. പക്ഷെ നമ്മളും ബൈക്ക് കൊണ്ടും കാറ് കൊണ്ടും പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. മാസ്ക് ആക്കട സൗണ്ട് കേൾക്കുന്നുണ്ട്. കാറിലും ബൈക്കിലും പല സ്ഥലങ്ങളും കവർ ചെയ്തിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും ദൂരയാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ സൈക്കിൾ കൊണ്ട് പോകുമ്പോൾ നമ്മളധികം യാത്ര ചെയ്യുമ്പോൾ എന്താ പറയുക പ്രകൃതിയെ മാത്രമേ ആസ്വദിക്കാം. അല്ലെങ്കിൽ അവിടുത്തെ ഭക്ഷണം, അല്ലെങ്കിൽ അവിടുത്തെ കാഴ്ച, പച്ചപ്പ്, അതൊക്കെ ആയിരിക്കും. ഇതിപ്പോ നമ്മൾ സൈക്കിൾ കൊണ്ട് പോകുമ്പോൾ നമ്മൾ അധികം നമ്മൾ ആസ്വദിച്ചത് പ്രകൃതിയെക്കാളും ഒരു സ്ഥലത്തിനേക്കാളും നമ്മൾ ആസ്വദിച്ച് മനുഷ്യന്മാരുടെ ഇങ്ങനെയും മനുഷ്യന്മാരോട് എന്താ പറയാ. കാരണം നമ്മൾ അൻസാർക്കാന്ന് പറഞ്ഞ കല്യാണം കഴിഞ്ഞ മൂപ്പറ്, അയാൾക്ക് മക്കളുണ്ട്, ഭാര്യയുണ്ട്, പെങ്ങളുണ്ട് വീട്ടില്. അങ്ങനത്തൊക്കെ ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പോകുന്ന വഴിക്ക് ആൾക്കാർ ഞാൻ വീട്ടിലേക്ക് എത്തില്ല. പക്ഷെ നമ്മളെ വീട്ടിൽ ഉമ്മയുണ്ട്, പെങ്ങളുണ്ട്. നമ്മ എന്താ പെട്ടെന്ന് ഒരാൾ വിശ്വസിക്കൂല. ഒരു 10 മിനിറ്റ് സംസാരിച്ച ഒരാൾ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? പക്ഷെ ഓരോരോ സ്ഥലങ്ങൾ എത്തുമ്പോൾ ഓരോരോ സ്ഥലങ്ങളിലെ ആൾക്കാരുടെ സ്വഭാവം, മൂപ്പറൊക്കെ നമ്മള് വീട്ടിൽ വിളിച്ചിട്ട് അവിടെ പിന്നെ കിടക്കാനും ഭക്ഷണങ്ങളും ഒക്കെ തിന്ന് കാണുമ്പോൾ നമുക്ക് എന്താ ഇതുപോലെ നമുക്ക് ആയിക്കൂടെ എന്നാണ് ഞാൻ ചിന്തിച്ചത്. നമ്മളിങ്ങനെ മസിലും പിടിച്ചും നടന്നിട്ടൊന്നും കാര്യം. അതന്നെ, അതായത് ഇപ്പൊ യാത്ര പോകുന്നവര് നമ്മൾ വഴിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വെള്ളമോ ഭക്ഷണമോ താമസം എന്താന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു കാര്യമായിരിക്കും. നമുക്ക് ഈ യാത്രയിൽ കൂടെ നമുക്ക് മനസ്സിലായി. ഓക്കെ, അങ്ങനെ അതുപോലെ നമ്മള് നാളെയും റോഡിലൂടെ അതന്നെ കൊടുത്താല് നമ്മള് കൊടുക്കുന്നത് അതുപോലെ നമുക്ക് തിരിച്ചു കിട്ടും. കാരണം വെച്ചാല് ഇപ്പൊ കുറെ ആൾക്കാരുണ്ട്, പിന്നെ നടന്ന് ഓൾ ഇന്ത്യ പോകുന്ന ആൾക്കാരും, കേരള നടന്നു പോകുന്ന സൈക്കിൾ കൊണ്ട് പോകുന്ന ആൾക്കാരും, പിന്നെ വൈഫിനെയും മക്കളെയും കൊണ്ട് സൈക്കിൾ കൊണ്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരും പലതും ഉണ്ട്. അതൊക്കെ നമ്മൾ കാണുമ്പോൾ ഇവനക്കെന്താ വട്ടാണോ എന്ന് ചോദിക്കാതെ നിങ്ങളൊന്ന് ഒരു സൈക്കിൾ കൊണ്ടുവന്ന് ഇറങ്ങി നോക്കണം, അപ്പൊ മനസ്സിലാവും. ഇല്ലെങ്കിൽ 100 കിലോമീറ്റർ എങ്കിലും നിങ്ങൾ സഞ്ചരിച്ചാൽ മതി. അപ്പൊ തിരിയും അതിന്റെ ഒരു എന്താ പറയാ, അതൊരു വേറെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് പിന്നെ വന്നതിൽ ഒരുപാട് സന്തോഷം. അതിലുപരി ഫൈസലിനോട് ഒരുപാട് താങ്ക്സ്. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു യാത്ര പ്ലാൻ ഇട്ടത് ഫസ്റ്റ് ഫൈസലാണ് പറഞ്ഞത്. ഞാൻ ഓൾറെഡി ചെന്നൈയിൽ ഉണ്ടാകുമ്പോ ഒക്കെ നാട്ടിലുണ്ടാകുമ്പോൾ ഒരു 15-20 കിലോമീറ്റർ നാട്ടിൽ പോകുന്നതാണ്. അപ്പൊ എനിക്കുണ്ടായിരുന്ന ഒരു ഓൾ കേരള ട്രിപ്പ് പോകണമെന്ന് വെച്ചാൽ കൂട്ടിന് ആരും ഇല്ലാത്തത് കൊണ്ട് ആ ഒരു ഡ്രീമായിരുന്നു. ഫൈസൽ ഇങ്ങനെ പറഞ്ഞപ്പോ എന്താ പറയുക, 2 കണ്ണടിച്ചാൽ ഞാനും പുതിയ സൈക്കിൾ വാങ്ങി, ഫൈസലും പുതിയ സൈക്കിൾ വാങ്ങി. കാരണം നമ്മളെ കയ്യിൽ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഞാനൊക്കെ സൈക്കിൾ വാങ്ങി സത്യം പറഞ്ഞാൽ എന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നല്ല. എന്റെ ദുബൈയിലുള്ള ഫ്രണ്ട്സിനോടും എന്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സിനോടൊക്കെ കുറച്ച് പൈസ ഒക്കെ എന്താ പറയാ, ഒരു 1000 ആൾക്കാരോട് വാങ്ങിയാൽ തന്നെ 10,000 രൂപ. ഞാൻ 2,000 ഒക്കെ വാങ്ങിയതാണ് ഈ സൈക്കിളും എന്റെ യാത്രാ ചെലവും. ഇൻഷാ അല്ലാഹ് അവരോടും ഒരുപാട് നന്ദി, അതുപോലെ പൈസ ഒരുപാട് നന്ദി. യാത്ര ഒരുപാട്, പക്ഷെ പണത്തിന് മേലെ നമുക്ക് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അല്ലേ? സത്യം പറഞ്ഞാൽ നമുക്ക് ഇനിയും യാത്ര എന്താ പറയാ, ഇത് നമ്മുടെ ആഗ്രഹം ഉണ്ടായിട്ടില്ല. ഇനിയും നമുക്കിത് കന്യാകുമാരി ആ ഭാഗത്തൊക്കെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വർക്കിന് പോകേണ്ട സമയമായി. പിന്നെ വീട്ടില് ചില പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ പോകണമെന്നുള്ളത് കൊണ്ട് ടൈമിന്റെ ചെറിയൊരു പ്രശ്നം. അതുകൊണ്ട് കാരണം നാളെ ഉച്ചയാകുമ്പോഴേക്ക് ആഷിക്കിനി നാട്ടിലെത്തിയിട്ട് അവന്റെ ജോലി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് നാളെ 25-ാം തീയതി ഉച്ചയാകുമ്പോഴേക്ക് നാട്ടിലെത്തിയാൽ അത് പരിപാടി നടക്കും. അല്ലെങ്കിൽ ജോലിക്ക് അത് ബാധിക്കുന്നതുകൊണ്ട് നമ്മള് അതൊന്ന് ഉപേക്ഷിച്ചു. ഇപ്പൊ തൽക്കാലത്തേക്ക് അടുത്തതിൽ നമ്മള് കന്യാകുമാരി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇനി നമ്മുടെ നാട്ടിൽ കാണാൻ വേണ്ടി പല സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താ ഇൻഷാ അല്ലാഹ് നമ്മളിങ്ങനെ പ്ലാൻ ഇട്ടിട്ട് സൈക്കിൾ കൊണ്ട് തന്നെ സഞ്ചരിക്കും.
അങ്ങനെ പലതും ഒരു ആഗ്രഹം കൊണ്ട് സൈക്കിളിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. സത്യം പറഞ്ഞാൽ വെറുതെ ഇരിക്കുമ്പോ കാലും അല്ലാതെ വേദനിക്കും. സത്യം പറഞ്ഞാൽ സൈക്കിൾ ചവിട്ടുമ്പോ വേദന അറിയുന്നില്ല. ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ വേദന കാണിച്ചില്ല. അതിലൂടെ നമ്മൾ ലയിച്ചു പോയി. സത്യം പറഞ്ഞാൽ എന്റെ സൈക്കിളിന് ഒരു സത്യമൊക്കെ ഫസ്റ്റൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു. പക്ഷെ എന്റെ പിന്നെ സ്വിഫ്റ്റർ ചേഞ്ച് ആക്കി, പിന്നെ ഫ്രീ വീലർ ചേഞ്ച് ആക്കി, കാശ് നോക്കുമ്പോ നമുക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് നമുക്ക് തന്നെ ദേഷ്യം തോന്നും. പക്ഷെ അങ്ങോട്ട് എത്തുമ്പോ എന്തായി, അതല്ലടാ അതിപ്പോ നമ്മളിപ്പോ നമ്മളെ പോലെ തന്നെ ഇതും, അതായത് നമ്മളിപ്പോ ഇത് നമ്മൾ ഓടുന്ന പോലെ ഇത് ഓടും. അപ്പൊ നമുക്ക് ഇടയ്ക്ക് കൈപൊട്ടും കാലുപൊട്ടും, അപ്പൊ അതൊക്കെ ശരിയാക്കണ്ട. അതുപോലെ കണ്ടാൽ മതി. 2 ദിവസം പിന്നെ അങ്ങോട്ട് 15 ദിവസമായാലും യാത്ര. ആദ്യത്തെ 2-3 ദിവസമൊക്കെ ഫസ്റ്റ് കഷ്ടപ്പാടായിരുന്നു. പിന്നെ ഈ ജില്ലയിൽ ആദ്യം സത്യം പറഞ്ഞാൽ ഒരു ഏകദേശം പാലക്കാടും ഇടുക്കി മാത്രം കവർ ചെയ്തു. അത് മറ്റേ മഴ ഫ്ലഡ് അതിന്റെ സീനായതുകൊണ്ട് ആകെ കുറച്ചമ്മ കഷ്ടപ്പെട്ട് എവിടെന്ന് വെച്ചാൽ കൊല്ലം ജില്ല കയറുമ്പോഴാണ്. കാരണം വെച്ചാൽ നമ്മള് കൊല്ലം ജില്ല കയറുമ്പോഴല്ല, കൊല്ലത്ത് നമ്മള് ഇങ്ങോട്ടേക്ക് വരുമ്പോ തിരുവനന്തപുരം, കൊല്ലത്തും തിരുവനന്തപുരം ലോങ് എന്ന് കാണും ഫ്ലാറ്റ് റോഡ് പോലെയാണ്. പക്ഷെ ഭയങ്കര ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഭയങ്കരമായിട്ട് കുറെ കഷ്ടപ്പെട്ടു. പക്ഷെ അതൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോ ഒരു സുഖല്ലേ, സുഖമായിരുന്നു. പിന്നെ കണ്ടതിൽ ഏറ്റവും എനിക്ക് ഏറ്റവും ഇത്ര ജില്ല കവർ ചെയ്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തിരുവനന്തപുരത്തെ കോവളല്ലടാ വർക്കല ക്ലിഫ്. വർക്കല ക്ലിഫ്, മിനി ഗോവ. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ സ്ഥലം ഇല്ല അറിയില്ല. വർക്കല ബീച്ച് എന്ന് മാത്രമേ കേട്ടില്ല. അവിടെ ബ്ലാക്ക് ബീച്ച്, പിന്നെ വർക്കല ക്ലിഫ്, അതൊരു വാരം എന്തായാലും ഒരു ഗോവ. ഞാൻ ഗോവയിൽ പോയിട്ടില്ല, എന്നാലും നമ്മൾ ഗോവയിൽ പല പിക്ചറും വീഡിയോസിലും കാണുന്നില്ല. കാരണം ഞങ്ങൾക്ക് തോന്നുന്നു ഗോവയിനേക്കാളും എന്തോ ഒരു നല്ലൊരു ബ്യൂട്ടിയും നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ എല്ലാം അടിപൊളിയായിരുന്നു. അവിടുത്തെ ഫിഷ്, ഒരു പ്രത്യേകതരം മസാല ഉണ്ടാക്കിയൊരു ഫിഷ് നമ്മൾ കഴിച്ചായിരുന്നു. അത് വളരെ ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും, പിന്നെ ഒരുപാട് നമ്മളറിയപ്പെടാത്ത കൊട്ടാരങ്ങൾ, പിന്നെ പള്ളികൾ, അമ്പലങ്ങൾ, ക്രിസ്ത്യൻ പള്ളികൾ, അങ്ങനെ പലതും കാണാൻ പറ്റി യാത്രയിലൂടെ. നമ്മൾ അധികം സഞ്ചരിച്ച ഹൈവേ പോയെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. ഹൈ ലെവലിലെ കാറ് റോഡ് കാണാൻ പറ്റും. പക്ഷെ നമ്മള് ഉൾപ്രദേശങ്ങളിൽ പോയതുകൊണ്ട് അവിടുത്തെ സ്ഥലങ്ങളും ജനങ്ങളും അവരുടെ സ്നേഹം കാണാൻ പറ്റും. അങ്ങനെ പരിപാടി ഇപ്പൊ കേട്ടല്ലോ. അപ്പൊ അങ്ങനെ പരിപാടി സംഭവങ്ങള്. അപ്പൊ നമ്മൾ ഏകദേശം ഡെയിലി ഒരു 80 കിലോമീറ്റർ സൈക്കിൾ ഓടിക്കുകയായിരുന്നു. 80 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്താ പറയുക, കൊല്ലത്തിൽ നിൽക്കും അല്ലെങ്കിൽ ആലപ്പുഴയിൽ നിൽക്കും വരുന്ന വഴിയിൽ 20 കിലോമീറ്റർ ഹൈവേ ചവിട്ടാം. അപ്പോൾ പിന്നെ അവിടുന്ന് അടുത്ത എന്താ പറയാ കാണാനുള്ള സ്ഥലങ്ങളുണ്ട്, പ്ലേസുകൾ. അപ്പോൾ അവിടത്തേക്ക് പോകും. അവിടുന്ന് ഉള്ളോട്ട് പോകും. അവിടുന്ന് കറങ്ങി ഗ്രാമങ്ങളിൽ കറങ്ങി ഏകദേശം ഡെയിലി നമ്മൾ 80 കിലോമീറ്റർ മിനിമം ചവിട്ടിയിട്ടുണ്ട് ഉള്ളതാവും. അപ്പോൾ നമ്മുടെ ഓൾ കേരള ബൈസിക്കിൾ റൈഡ് കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിലേക്ക് പോകട്ടെ. അപ്പോൾ വീഡിയോ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ നാട്ടിലെത്തിയതിന് ശേഷം കിട്ടിയ മൊമെൻറ്റോസും ഓരോ ഉപഹാരങ്ങളും നാട്ടുകാരുടെ സ്നേഹവും സംഭവങ്ങളൊക്കെ ആട്ടാ. അപ്പോൾ ആരും വീഡിയോ മിസ് ചെയ്യരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും കാണാം. ഓക്കെ.